മാനിഫെസ്റ്റേഷൻ. ആഹാ, കേട്ട് കേട്ട് തഴമ്പിച്ച വാക്കാണല്ലേ. എന്താണിത് സത്യത്തിൽ? വല്ല മാന്ത്രിക വിദ്യയുമാണോ അതോ ചുമ്മാ പോസിറ്റീവായിട്ടിരുന്നാൽ മതിയോ? ഈ കൺഫ്യൂഷനൊക്കെ നമുക്കിന്ന് തീർക്കാം. ഈ വലിയൊരു സംഭവത്തെ നമ്മൾ സിമ്പിളാക്കി ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രെയിംവർക്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. റെഡിയല്ലേ? അപ്പോ ഇതാ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യം. നമ്മുടെ ജീവിതം അത് ഓൾറെഡി എഴുതിവെച്ച ഒന്നാണോ, അതോ നമുക്ക് തന്നെ നമ്മുടെ വിധി ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സൈഡിൽ ആളുകൾ പറയും എല്ലാം വിധി, ഒന്നും നമ്മുടെ കയ്യിലല്ലാന്ന്. പക്ഷേ മറുവശത്ത് ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാക്കുന്നതെന്ന്. ഇതിലെ ഏതാ ശരി? രണ്ടും കൂടെ എങ്ങനെ ശരിയാകും? നമുക്ക് നോക്കാം. ശരി, ഇനി മാനിഫെസ്റ്റേഷനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ സോഫയിലിരുന്ന് നേടാവുന്ന ഒന്നാണെന്നുള്ളതാണ്. ഞാൻ കോടീശ്വരനാവും എന്ന് കണ്ണടച്ചിരുന്ന് 100 വട്ടം പറഞ്ഞാൽ സംഭവം നടക്കുമെന്ന്. സത്യം പറഞ്ഞാൽ അതൊരു വലിയ മണ്ടത്തരമാണ്, അല്ലേ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും ചിന്ത മാത്രമല്ല, അതിനും എത്രയോ അപ്പുറത്തുള്ള ഒരു കാര്യമാണത്. അപ്പോ ഇതിനെ നമുക്ക് FTBA ഫ്രെയിംവർക്ക് എന്ന് വിളിക്കാം. സംഭവം സിമ്പിളാണ്. ഒരു കാറിന് 4 ടയർ വേണ്ടേ ഓടാൻ? അതുപോലെയാണിത്. 1 നിങ്ങളുടെ ഫീലിംഗ്സ്, അതായത് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ്. 2 നിങ്ങളുടെ തോട്ട്സ്, അതായത് ചിന്തകൾ. 3 ബിലീഫ്സ്, നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. പിന്നെ 4ാമത്തേത്, ഏറ്റവും പ്രധാനം, ആക്ഷൻ, നിങ്ങളുടെ പ്രവൃത്തി. ഈ 4 ടയറും ഒരുപോലെ കറങ്ങുമ്പോഴേ നിങ്ങളുടെ ലൈഫ് എന്ന വണ്ടി മുന്നോട്ടു പോവുകയുള്ളൂ. ഒരെണ്ണം പഞ്ചറായാൽ തീർന്നു. അപ്പോ ആ 4ാമത്തെ പോയിന്റ്, ആക്ഷൻ, അതിനെപ്പറ്റി പറയുമ്പൊരു കാര്യമുണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നതല്ല, അതിനെ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് വിളിക്കുന്നതാവും ശരി. ഒരു ഉദാഹരണം പറയാം. ഒരേ ജോലി തന്നെ 2 പേര് ചെയ്യുകയാണെന്ന് വെക്കുക. ഒരാൾ അയ്യോ ഇത് നടക്കുമോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന പേടിയോടെ ചെയ്യുന്നു. മറ്റേയാൾ യെസ് ഇതെനിക്ക് കിട്ടും എന്ന സന്തോഷത്തോടെയും കോൺഫിഡൻസോടെയും ചെയ്യുന്നു. നിങ്ങൾ തന്നെ പറ, ആർക്കായിരിക്കും ബെറ്റർ റിസൾട്ട് കിട്ടുക? അതാണ് പോയിന്റ്. അവസരങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് ഈ ഒരു ചിന്ത വരുന്നത്. അവസരങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെയാണ്. അതെപ്പോഴും നമുക്ക് ചുറ്റും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളത് കാണുന്നില്ല, അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറല്ല. നമ്മുടെ ഫീലിംഗ്സും ചിന്തകളുമൊക്കെ നെഗറ്റീവാണെങ്കിൽ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ കൈ 2 മുറുക്കി പിടിച്ചു നിൽക്കുന്നത് പോലെയാണ്. പിന്നെ എങ്ങനെയാ ഒരു തുള്ളി വെള്ളം കിട്ടുക? അത് കിട്ടണമെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ സംസാരിച്ച എല്ലാത്തിന്റെയും കാതൽ. ഇതിനെ നമുക്കൊരു 80-20 റൂൾ എന്ന് വിളിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 20% കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല, അല്ലേ? നമ്മളെവിടെ ജനിച്ചു, നമ്മുടെ സാഹചര്യങ്ങൾ, അതൊക്കെ. അതിനെ നമുക്ക് വിധിയെന്ന് വിളിക്കാം. പക്ഷേ കേട്ടോളൂ, ബാക്കിയുള്ളൊരു ഭീമൻ 80% അത് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ്. ഓരോ സംഭവത്തോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ ഫീലിംഗ്സ്, ചിന്തകൾ, ആക്ഷൻസ്, അതൊക്കെ വെച്ച് ആ 80% നമുക്കിഷ്ടമുള്ളതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ 2 കോടി രൂപ സമ്പാദിക്കും, ഇങ്ങനെ ഒരു കടലാസിൽ എഴുതി ചുമരിൽ ഒട്ടിച്ചു വെച്ചാൽ കാര്യം നടക്കുവോ? ഇല്ല. ഇതാണ് ആളുകൾക്ക് പറ്റുന്ന 2ാമത്തെ വലിയ അബദ്ധം. ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഒന്നും നടക്കാതെ വരുമ്പോഴാണ് പലരും ഈ മാനിഫെസ്റ്റേഷനൊക്കെ വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞു ഉപേക്ഷിക്കുന്നത്. പക്ഷെ സത്യത്തിൽ പ്രശ്നം മാനിഫെസ്റ്റേഷന്റെ അല്ല, ആ എഴുതിയ അഫർമേഷൻ അപൂർണമായതുകൊണ്ടാണ്. അപ്പോ ശരിയായൊരു അഫർമേഷൻ എങ്ങനെ ഉണ്ടാക്കാം? അതിനൊരു കിടിലൻ ഫോമുലുണ്ട്, അഫർമേഷൻ സാൻഡ്വിച്ച്. ഇതിന് 3 ലെയറുണ്ട്. ആദ്യത്തെ ബ്രെഡ്, അതായത് ഫൗണ്ടേഷൻ, ഗ്രാറ്റിറ്റ്യൂഡാണ്, നിങ്ങൾക്ക് എപ്പോൾ ഉള്ള കാര്യങ്ങൾക്കുള്ള നന്ദി. നടുക്കുള്ള ഫില്ലിംഗാണ് നിങ്ങളുടെ ലക്ഷ്യം, എനിക്ക് 2 കോടി രൂപ വേണമെന്നുള്ളത്. ഇനി വരുന്നു എല്ലാവരും മറക്കുന്ന മുകളിലത്തെ ബ്രെഡ്. അതാണ് ഏറ്റവും പ്രധാനം, ആ ലക്ഷ്യത്തിലെത്താനുള്ള പണിയോടുള്ള ഇഷ്ടം. ആ 2 കോടി ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എനിക്കിഷ്ടമാണ്, ആ ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് കൂടി ചേർക്കുമ്പോൾ അപ്പോഴാണ് ആ സാൻഡ്വിച്ച് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോ ശരി, നമ്മളീ പറഞ്ഞ പോലെ അഫർമേഷൻ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ചിലപ്പോൾ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? നല്ല ആളുകൾക്ക്, പോസിറ്റീവായിട്ടിരിക്കുന്ന ആളുകൾക്ക് പോലും എന്തിനാണ് തിരിച്ചടികൾ വരുന്നത്? ഇപ്പോ ദിൽജിത് ദൊസാഞ്ചിനെ പോലെ അത്രയും പോസിറ്റീവായ ഒരാളുടെ ജീവിതത്തിൽ പോലും മോശം ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം യൂണിവേഴ്സൽ ബാലൻസ് എന്ന ആശയത്തിലാണ്. അതായത് പ്രപഞ്ചം എപ്പോഴും ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു വെല്ലുവിളിയും കൂടെ വരും. ഇതൊരു പരാജയമല്ല, അതൊരു നിയമമാണ്. ഒരു വലിയ മല കയറിയാൽ സ്വാഭാവികമായും ഒരു ഇറക്കവും ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് സംഭവങ്ങളില്ലേ, അതിനെ നിങ്ങളുടെ വിജയങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു വിലയായി കാണുക.
കോസ്റ്റ് ഓഫ് യുവർ ബെനിഫിറ്റ്സ്. ആ തിരിച്ചടികളോട് ദേഷ്യപ്പെടുകയോ തളർന്നു പോവുകയോ ചെയ്യുന്നതിന് പകരം ഓക്കെ, ഇതെന്റെ വിജയത്തിനുള്ള വിലയാണ് എന്ന് കരുതി അതിനെ നേരിടുക. ആ വില നമ്മൾ സന്തോഷത്തോടെ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അതിലും വലിയ വിജയങ്ങൾക്കുള്ള വാതിൽ തുറക്കും. അപ്പോ ഇത്രയൊക്കെ കേട്ടു. ചോദ്യം ഇതാണ്, ഓക്കെ, ഞാൻ എവിടുന്ന് തുടങ്ങണം? ചിന്ത മാറ്റിയിട്ട് തുടങ്ങണോ? വിശ്വാസം മാറ്റിയിട്ട് തുടങ്ങണോ? എവിടെ തുടങ്ങണം? ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ സിമ്പിളാണ്. ചിന്തകളെ മാറ്റാൻ കഷ്ടപ്പെടരുത്. അവിടെയല്ല തുടങ്ങേണ്ടത്. നിങ്ങൾ തുടങ്ങേണ്ടത് നിങ്ങളുടെ ഫീലിംഗ്സിൽ നിന്നാണ്, നിങ്ങളുടെ വൈകാരിക അവസ്ഥയിൽ നിന്ന്. അത് മാറ്റാൻ എന്തു ചെയ്യും? ഇപ്പൊ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ആരെയും നോക്കണ്ട, റൂമിലിരുന്ന് വെറുതെ ഒന്ന് ഡാൻസ് ചെയ്യുക. ആദ്യം നിങ്ങളുടെ ഫീലിംഗ് മാറ്റൂ, നിങ്ങളുടെ വൈബ് മാറ്റൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ചിന്തയും വിശ്വാസവും ആക്ഷനുമൊക്കെ അതിന്റെ പുറകെ വന്നോളും. ജസ്റ്റ് ചേഞ്ച് യുവർ ഫീലിംഗ് ഫസ്റ്റ്. അപ്പോ പോകുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് നിങ്ങൾ കരുതുന്ന ആ സംഭവത്തെപ്പറ്റി ഒന്ന് ആലോചിക്കൂ. അതൊരു പക്ഷേ ഒരു തിരിച്ചടി ആയിരുന്നില്ലെങ്കിലോ? മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് നിങ്ങൾ അന്ന് കൊടുത്ത വിലയായിരുന്നു അതെങ്കിലോ?